ലോക ചരിത്രം രണ്ട് ഭാഗങ്ങളായി തിരിയുന്നത് ആ വർഷമാണ്. AD 570 യമനിലെ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് പടുകൂറ്റൻ ആനപ്പടയുമായി വിശുദ്ധ കഅബാലയം തകർക്കാൻ മക്കയെ ലക്ഷ്യമാക്കി നീങ്ങിയ ആ വർഷം. അറേബ്യൻ മണലാരണ്യം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ആ ഭീകര സൈന്യത്തിന് മുന്നിൽ മക്കക്കാർ നിസ്സഹായരായി നിന്നു. എന്നാൽ ലോകം സാക്ഷ്യം വഹിച്ചത് മറ്റൊരു അത്ഭുതത്തിനായിരുന്നു. അബാബീൽ പക്ഷികൾ കല്ലുകൾ വർഷിച്ച് അബ്രഹത്തിന്റെ ആനപ്പടയെ വൈക്കോല് തുരുമ്പ് പോലെ തകർത്തെറിഞ്ഞു. മക്കയുടെ മണ്ണിൽ ആ മഹാവിസ്മയം നടന്ന അതേ വർഷമാണ് ലോകം കാത്തിരുന്ന ആ ജന്മം സംഭവിക്കുന്നത്. റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ ആമിന ബീവിയുടെ മകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു. അബ്ദുള്ള എന്ന പിതാവിന്റെ വിയോഗത്തിന് ശേഷം അനാഥനായി ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞ് ഖുറൈശി ഗോത്രത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറി. വലിയുപ്പ അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന പേരിൽ. വിഗ്രഹാരാധനയിലും അനാചാരങ്ങളിലും മുങ്ങിപ്പോയ ഒരു ജനതയെ മാറ്റിയെടുക്കാൻ പടച്ചവൻ തിരഞ്ഞെടുത്ത ആ നിയോഗത്തിന്റെ ആദ്യ ശ്വാസം ആ മണ്ണിൽ വീണു കഴിഞ്ഞു.